വയനാട് ദുരന്തത്തിൽ സംസ്ഥാന സർക്കാരിനെ വിമർശിച്ച കേന്ദ്രമന്ത്രി അനധികൃത കയ്യേറ്റവും ഖനനവും അനുഭവിച്ചതിന്റെ ദുരന്തമാണ് കേരളത്തിലുണ്ടായതെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ്. പരിസ്ഥിതി ലോല മേഖലയിൽ ഖനനവും കുടിയേറ്റവും നടക്കുന്നു. ഭൂമി കയ്യേറാൻ രാഷ്ട്രീയക്കാർ കൂട്ടുനിൽക്കുകയാണ്. സർക്കാർ സംവിധാനങ്ങൾ നിയമവിരുദ്ധ സംരക്ഷണം നൽകിയെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. इको सेंसिटिव जोन में इस प्रकार का हैबिटेशन और इलीगल एक्टिविटी माइनिंग नहीं होनी चाहिए, उसका एक बहुत बड़ा नुकसान वहाँ पे हुआ। हमारी ऑलरेडी गाइडलाइन है, इको सेंसिटिव जोन शुरू करने की प्रक्रिया है और इसमें भी हमने कमेटी बना रखी है। एक लंबे समय तक स्टेट गवर्नमेंट उसको अवॉइड कर रही है, उनको अवॉइड नहीं करना चाहिए। ഗൗതം, കേരളം കണ്ടതിലേക്ക് വെച്ച് ഏറ്റവും വലിയൊരു പ്രകൃതി ദുരന്തമാണ് വയനാട്ടിൽ നമ്മൾ കണ്ടത്. ഇപ്പോൾ തന്നെ മരണസംഖ്യ 380 കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ട് പോലും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുള്ള അനാസ്ഥ തന്നെയാണ് ഇത്തരം ഒരു ദുരന്തത്തിലേക്ക് വഴി തിരിച്ചുവിട്ടത് എന്നുള്ളൊരു കാര്യം വ്യക്തമാണ്. രാജ്യസഭയിലടക്കം കേന്ദ്രമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി, അത് അവഗണിച്ചു. ഇപ്പോൾ അനധികൃത കയ്യേറ്റവും ഖനനവും അനുഭവിച്ചതിൻ്റെ ദുരന്തമാണ് കേരളത്തിലുണ്ടായതെന്നാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് പറയുന്നത്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം വിശദീകരിച്ചത്? രജനി, വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഇതൊരു പരിസ്ഥിതി ലോല മേഖലയാണ്. പ്രത്യേകിച്ച് പശ്ചിമഘട്ട മേഖലയെപ്പറ്റി മുൻപ് നിരവധി പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട്, അതോടൊപ്പം തന്നെ കസ്തൂരിരംഗൻ റിപ്പോർട്ട് തുടങ്ങിയ വിഷയങ്ങളാണ്. ഇത്തരം റിപ്പോർട്ടുകളൊന്നും സംസ്ഥാന സർക്കാർ ഗൗനിച്ചില്ല, അല്ലെങ്കിൽ അത് പരിഗണിക്കാതെ വലിയ തോതിലുള്ള എതിർപ്പ് ഇതിനെതിരെ ഉയർത്തിയ സർക്കാരുകളാണ് കേരളത്തിൽ അധികാരത്തിലിരുന്നത്. അതിനാൽ വയനാട് എന്നത് ഒരു പരിസ്ഥിതി ലോല മേഖലയാണ്. അവിടെ അനധികൃത ഖനനവും പാറ പൊട്ടിക്കലും അതോടൊപ്പം തന്നെ വർഷങ്ങളായി തുടരുന്ന അനധികൃത കുടിയേറ്റവും ആ പരിസ്ഥിതി ലോല മേഖലയെ വീണ്ടും വീണ്ടും ദുർബലമാക്കാൻ കാരണമായി. അതാണ് ഇപ്പോഴത്തെ ഇത്രയധികം ആളുകൾക്ക് ജീവനും അവരുടെ സ്വത്തുക്കളും എല്ലാം നഷ്ടപ്പെട്ട വലിയ ദുരന്തത്തിലേക്ക് വഴിവെച്ചത് എന്ന സന്ദേശമാണ് ഇപ്പോൾ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ മാധവ് ഗാഡ്ഗിൽ ഉൾപ്പെടെയുള്ള പരിസ്ഥിതി ശാസ്ത്രജ്ഞരും അതോടൊപ്പം ഈ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവരും എല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ഇത് തന്നെയാണ്. കാരണം ഈ 2012 കാലത്ത് UPA സർക്കാരിന്റെ സമയത്ത് തന്നെയാണ് പശ്ചിമഘട്ട മലമേഖലകളെ എങ്ങനെ സംരക്ഷിക്കണം എന്നതിനെ പറ്റി പഠിക്കുന്നതിനായി മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് മുന്നോട്ട് വെച്ചത്. അന്ന് ഈ പശ്ചിമഘട്ട മേഖലയെ മഹാരാഷ്ട്രയിലെ താപ്തിയിൽ തുടങ്ങി പിന്നീട് കന്യാകുമാരിയുടെ ഒരു ഭാഗം വരെ എത്തി നിൽക്കുന്ന ഈ മലമേഖലകളെ, അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജൈവ വൈവിധ്യങ്ങളിലെ 8 ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നായ ഈ മലമേഖലകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ പ്രദേശത്തെ മുഴുവൻ എക്കോളജിക്കൽ സെൻസിറ്റീവ് സോൺ 1, 2, 3 എന്നിങ്ങനെ തരംതിരിച്ചാണ് മാധവ് ഗാഡ്ഗിൽ എന്തൊക്കെ നിലപാടുകൾ അവിടെ കൈക്കൊള്ളണമെന്നത് സംബന്ധിച്ചുള്ള വിശദീകരണം നൽകിയത്. അതിനെതിരെ വലിയ പ്രതിഷേധമാണ് കേരളത്തിലെ ഇരു മുന്നണികളുടെയും അതോടൊപ്പം തന്നെ മറ്റ് ചർച്ചിന്റെയും ഒക്കെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതിനുശേഷം നമുക്കറിയാം, പിന്നീട് കസ്തൂരിരംഗൻ റിപ്പോർട്ടും സമാനമായ രീതിയിലുള്ള നിരീക്ഷണത്തിലേക്ക് തന്നെ എത്തിയിരുന്നു. ഇത് പരിസ്ഥിതി ലോല മേഖലയാണ്, അതിനാൽ അവിടെ ഖനനവും അതോടൊപ്പം തന്നെ പുതിയ നിർമ്മാണങ്ങൾക്കും ഡാം പോലെയുള്ള നിർമ്മിതികൾക്കും ഒക്കെ നിയന്ത്രണം വരണം, അല്ലെങ്കിൽ പുതിയത് അവിടെ നടപ്പാക്കരുത് എന്നത് സംബന്ധിച്ചുള്ള നിഗമനത്തിലേക്ക് അതേ കമ്മീഷനും എത്തി. ഇപ്പോൾ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയും ചൂണ്ടിക്കാണിക്കുന്നത് ഇത് തന്നെയാണ്. ഇത്തരത്തിൽ നിരവധി മുന്നറിയിപ്പുകൾ പരിസ്ഥിതി പ്രവർത്തകരും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരുകളും ഒക്കെ നൽകിയിരുന്നു. പക്ഷേ സംസ്ഥാനത്ത് അധികാരത്തിലിരുന്ന സർക്കാരുകൾ അതിനെ ഗൗനിച്ചില്ല. മാത്രമല്ല, അവിടെ ഖനനത്തിനും പാറ പൊട്ടിക്കലിനും അതോടൊപ്പം തന്നെ ഈ അനധികൃത കുടിയേറ്റത്തിനും ഒക്കെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് അതിനെയെല്ലാം പിന്തുണയ്ക്കുന്ന സമീപനം കേരളത്തിലെ സർക്കാരുകളുടെ ഭാഗത്ത് നിന്നുണ്ടായി. അതാണ് ഇപ്പോൾ ഇത്ര വലിയ ഒരു ദുരന്തത്തിലേക്ക് സംസ്ഥാനത്തെ തള്ളിവിട്ടത് എന്നാണ് ഭൂപേന്ദ്ര യാദവ് വിമർശിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും പഠന റിപ്പോർട്ടുകളോട് പോലും സംസ്ഥാന സർക്കാർ അവഗണന കാണിക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത വലിയൊരു കാര്യം തന്നെയാണ്. ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെ പുറത്തു വരുമ്പോൾ അത് പൂഴ്ത്തിവെക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ ഗൗതം പറഞ്ഞതുപോലെ തന്നെ ഈ ഭൂമി കയ്യേറുവാൻ കൂട്ടുനിൽക്കുന്ന ഒരവസ്ഥ കൂടെ ഉണ്ടായി. അതാണ് ഇത്രയും വലിയൊരു ദുരന്തത്തിന് കാരണമായത് എന്നുകൂടെയല്ലേ കേന്ദ്ര വനം മന്ത്രി കൂട്ടിച്ചേർക്കുന്നത്? രജനി, അത് തന്നെയാണ്. അതായത് നേരത്തെ സൂചിപ്പിച്ച മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടാണെങ്കിലും കസ്തൂരിരംഗൻ കമ്മീഷനാണെങ്കിലും ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഈ പശ്ചിമഘട്ട മലനിരകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന അനധികൃത കുടിയേറ്റം, അതോടൊപ്പം തന്നെ വനം വെട്ടി നശിപ്പിക്കൽ, സ്വാഭാവിക കാടുകളെ ഇല്ലാതാക്കിക്കൊണ്ടുള്ള കുടിയേറ്റം, ഇതെല്ലാം
ഇപ്പോഴത്തെ ഈ ദുരന്തത്തിൽ അത് നമ്മൾ ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല 2018 പ്രളയം മുതൽ നമ്മൾ ഓരോ വർഷവും ഈ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസത്തിൽ കാലവർഷം ശക്തമാകുന്ന ഈ 3 മാസങ്ങളിലായി 2018 മുതൽ തുടർച്ചയായി ദുരന്തങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ചില വർഷങ്ങളിൽ മാത്രം കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായും ഇത് വിരൽ ചൂണ്ടുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പഠന റിപ്പോർട്ടുകളെ ആധാരമാക്കിയുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ സൂചിപ്പിച്ചിരുന്നത് ഈ സെൻസിറ്റീവ് സോണുകളിൽ, അതായത് പരിസ്ഥിതി ലോല മേഖലയിൽ ഒരു രീതിയിലും ഖനനവും അതോടൊപ്പം തന്നെ പാറപൊട്ടിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടത്തരുത്. പ്രത്യേകിച്ച് സെൻസിറ്റീവ് സോൺ 1-ൽ ഏതെങ്കിലും രീതിയിലുള്ള ക്വാറികളും മറ്റും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് 5 വർഷത്തിനകം തന്നെ അത് പൂട്ടിക്കണം, അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനങ്ങൾ നിർത്തണം എന്നുള്ളതായിരുന്നു. അങ്ങനെ കൃത്യമായി ഏതൊക്കെ കാര്യങ്ങൾ ഈ 3 സോണുകളിലായി നടപ്പാക്കണം എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ നിരീക്ഷണം ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടും അതിനുശേഷം പിന്നീട് കസ്തൂരിരംഗൻ റിപ്പോർട്ടും എല്ലാം നൽകിയതാണ്. പക്ഷെ ആ കാലത്ത് കേരളത്തിൽ നടന്നിട്ടുള്ള സംഭവ വികാസങ്ങളെ പറ്റി പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഒരു ഭാഗത്ത് മിഷണറി സംഘടനകളുടെ നേതൃത്വത്തിലും മറുഭാഗത്ത് അതിനെ അനുകൂലിച്ചുകൊണ്ട് കേരളത്തിലെ ഇടതു വലത് മുന്നണികളും അന്ന് ഗാഡ്ഗിൽ റിപ്പോർട്ട് അറബിക്കടലിൽ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വലിയ പ്രതിഷേധമാണ് ഇടുക്കിയിലും അതോടൊപ്പം തന്നെ വയനാട് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ നടത്തിയിരുന്നത്. ആ കമ്മീഷൻ റിപ്പോർട്ടിൽ പ്രത്യേകം പറഞ്ഞിരുന്നത് അതിലെ ഓരോ കാര്യങ്ങളും പൊതു ചർച്ച നടത്തിയതിന് ശേഷം മാത്രമേ തീരുമാനിക്കാവൂ എന്നുള്ളതാണ്. പക്ഷേ ആ കാര്യങ്ങളൊക്കെ മൂടി വെച്ചുകൊണ്ട് ഗാഡ്ഗിൽ ആരുമായും സംസാരിക്കാതെ ഏകപക്ഷീയമായി തയ്യാറാക്കിയ റിപ്പോർട്ടാണ് എന്ന രീതിയിലുള്ള നുണപ്രചരണം ആ കാലഘട്ടത്തിൽ കേരളത്തിൽ രാഷ്ട്രീയ നേതാക്കളും മതപുരോഹിതന്മാരും നടത്തി എന്നത് ഒരു വസ്തുതയാണ്. അതിനുശേഷം പിന്നീട് കസ്തൂരിരംഗൻ റിപ്പോർട്ട് വരുമ്പോൾ അത് ഏതാണ്ട് 80% അതിലെ കാര്യങ്ങൾ ചർച്ച ചെയ്തതിന് ശേഷം, അതായത് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെതിരെയുള്ള ഏറ്റവും വലിയ വിമർശനം എന്നത് ഗാഡ്ഗിൽ MLA-മാരുമായിട്ടും പഞ്ചായത്ത് അംഗങ്ങളുമായിട്ടും ഒന്നും സംസാരിക്കാതെയാണ് ആ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയതെന്നാണ്. പക്ഷേ കസ്തൂരിരംഗൻ റിപ്പോർട്ട് അങ്ങനെയായിരുന്നില്ല. താഴെത്തട്ടിൽ പഞ്ചായത്ത് തലം മുതൽ MLA-മാരോടും MP-മാരോടും ഒക്കെ സംസാരിച്ച് തന്നെയാണ് ആ റിപ്പോർട്ട് തയ്യാറാക്കിയത്. പക്ഷേ അതിനെതിരെയും വലിയ പ്രതിഷേധമാണ് കേരളത്തിൽ അന്ന് രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ, പ്രത്യേകിച്ച് ഇടതു വലത് മുന്നണികളുടെ നേതൃത്വത്തിൽ നടന്നത്. ഇന്നിപ്പോൾ കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരം ഈ ഖനനവും അതോടൊപ്പം തന്നെ ഈ പരിസ്ഥിതി ലോല മേഖലയെ സംരക്ഷിക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ അടങ്ങുന്ന കമ്മിറ്റി റിപ്പോർട്ടുകളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് അവിടെ എന്തൊക്കെയാണോ ചെയ്യരുതാത്തത് അത് മുഴുവൻ ചെയ്യുന്ന ഒരു പശ്ചാത്തലമുണ്ടായി. അതാണ് ഇത്ര വലിയ ദുരന്തത്തിന് വഴിവെച്ചത് എന്നാണ് ഭൂപേന്ദ്ര യാദവും ഇപ്പോൾ ഓർമ്മപ്പെടുത്തുന്നത്. രജനി, അനധികൃത കയ്യേറ്റവും ഖനനവും അനുഭവിച്ചതിന്റെ ദുരന്തമാണ് കേരളത്തിൽ ഉണ്ടായത്, വയനാട്ടിലുണ്ടായതെന്നാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് പറഞ്ഞിരിക്കുന്നത്. പരിസ്ഥിതി ലോല മേഖലയിൽ ഖനനവും കുടിയേറ്റവും നടക്കുന്നു, ഭൂമി കയ്യേറാൻ രാഷ്ട്രീയക്കാർ കൂട്ടുനിൽക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. വിശദമായ റിപ്പോർട്ടാണ് ഗൗതം അനന്തനാരായണൻ പങ്കുവച്ചത്.